ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യം തന്നെ സർജിക്കൽ ക്യാപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. സർജിക്കൽ ക്യാപ്പ് സർജറി കഴിഞ്ഞ് 4 ദിവസം വരെ നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്യേണ്ടതാണ്. വീടിനകത്ത് ഇത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എന്നാൽ പുറത്തു പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ സർജിക്കൽ ക്യാപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉറങ്ങുമ്പോൾ തല നേരെ വെച്ച് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെരിഞ്ഞു കിടക്കുന്നതിൽ കുഴപ്പമില്ല, എങ്കിലും സർജറി ചെയ്ത ഭാഗത്ത് തട്ടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. സർജറി ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സലൈൻ വാട്ടർ ട്രാൻസ്പ്ലാന്റഡ് ഏരിയയിൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. തല ഡ്രൈ ആവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ തവണ യൂസ് ചെയ്യാം. തല നനയ്ക്കാതെ കുളിക്കുന്നതിലും മുഖം കഴുകുന്നതിലും പ്രശ്നമില്ല. അടുത്തതായി ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. സർജറി കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് ബാൻഡേജ് അഴിക്കേണ്ടത്. ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓയിൻമെന്റ് ഡോണർ ഏരിയയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ഡോണർ ഏരിയ ക്ലീൻ ചെയ്യാം. ഒരു കോട്ടൺ തുണി വെള്ളത്തിലിട്ട് ചൂടാക്കി അത് പിഴിഞ്ഞ് നിങ്ങൾക്ക് ഡോണർ ഏരിയ പതുക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്തു കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാം. ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞ് ചിലരിൽ സ്വെല്ലിംഗ് ഉണ്ടാവാറുണ്ട്. നെറ്റിയിലും കണ്ണിന്റെ മുകളിലും കണ്ണിന്റെ താഴെയും മൂക്കിന്റെ 2 വശങ്ങളിലുമായി സ്വെല്ലിംഗ് കാണാറുണ്ട്. ഇത് ക്രമേണ താഴോട്ട് വരികയും 1-2 ദിവസം കൊണ്ട് മാറുകയും ചെയ്യും. ഇനി അഥവാ സ്വെല്ലിങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് ടെമ്പറേച്ചറോ അതുപോലെ പെയിനോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞ് 1 മാസത്തോളം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അധികം വിയർക്കുന്ന ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാൻ പാടുള്ളതല്ല. സ്വിമ്മിങ്, റണ്ണിങ്, അതുപോലെ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ പാടെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കണം. ചിക്കൻ, മട്ടൺ, അധികം മസാല ഉള്ള ഭക്ഷണം അതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെഡിസിൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം നിങ്ങൾ കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ക്ലിനിക്കുമായി ബന്ധപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഞാൻ വത്സല, കോർഡിനേറ്റർ ഫ്രം ലാഡൻസിറ്റേ.